ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഹാസ് ബൈ റെഹാ മാഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം എന്തായാലും നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ നമ്മൾ നല്ല കാഴ്ച കണ്ടപ്പോൾ ഇറങ്ങിയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നമ്മളെന്തായാലും ഇനി അവിടെ നിന്ന് പോകാൻ പോകണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. അപ്പം എന്തായാലും അപ്പോൾ നമ്മൾ പോകുന്ന വഴിത്തെ ഓരോ കാഴ്ചകൾ ഇവിടുത്തെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതേ ഞാൻ കാറിൽ കയറാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ ടാറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയി വേറൊരു അടിപൊളി സ്ഥലത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. അങ്ങനെ പിന്നെയും ഞാനൊരു വാട്ടർ മെലണൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റുള്ള വാട്ടർ മെലണായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിക്കുകയാണ് ഗോയ്സ്. ഞാൻ അമ്മച്ചിക്ക് വേണമെന്നൊക്കെ ചോദിച്ചു, അമ്മച്ചി വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. കാരണം നല്ല ടേസ്റ്റും നല്ല മധുരമുള്ളൊരു വാട്ടർ മെലണായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അതേ കടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇതേ ഞാൻ വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഗൈസ്. അതിൻ്റെ തോടൊക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെ ഇതേ ഞാൻ എന്തായാലും ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഗോയ്സ്. അങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറിക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ നമ്മളിനി ഇതിനേക്കാളും അടിപൊളിയായ സ്ഥലത്തേക്ക് കാണാമല്ലോ പോകുന്നതിനുള്ളോട്ട് പിന്നെ ഞാൻ സന്തോഷത്തിൽ കയറിട്ടു. പിന്നെ ഇതേ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ആട്ടത്. അപ്പോൾ എന്തായാലും കാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഫോറസ്റ്റ് വൈബ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് ഗായ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെ ഓക്കെ ഗായ്സ്. അപ്പോൾ പല ജീവികളെയും കാണുന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആനനെ കാണും, കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്. അപ്പോൾ പിന്നെ മാനെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടോ. ഒരു ഫോറസ്റ്റിന് ഭയങ്കര കാടാട്ടോ. നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കാട്ടിനുള്ളിലൂടെയൊക്കെ യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോറസ്റ്റിനുള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യും. അവസാനം കൂടി വഴി ഊട്ടിയിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ പോകുന്ന ആ ഒരു യാത്ര നല്ല രസമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഞാൻ നല്ല വൈബ് പിടിച്ചിട്ട് പോവാണ്. കാരണം ഞാൻ പുറത്തൊക്കെ നോക്കിയൊന്ന് ആ ഒരു കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല രസമുണ്ട്. പിന്നെ കൊണ്ട് ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഇത് കണ്ടിട്ട് എൻ്റെ ഒരു അത്ഭുതം കഴിച്ചു. ഇത് നല്ല ഭംഗിയുണ്ടായിട്ട് പിന്നെ ഇതേ ഒരു തേയിലത്തോട്ടം മോനെ സെറ്റായിരുന്നു കേട്ടോ. നല്ല തേയിലത്തോട്ടമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. അടിപൊളി തേയിലത്തോട്ടം. പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേസസ് കേട്ടോ. എന്തെങ്കിലും കുറേ ഷോപ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് കുറേ സ്ഥലത്ത് പാർക്കിംഗ് ഏരിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേ ഷോപ്സിൽ കയറാൻ പറ്റില്ല. കാരണം അപ്പോഴൊന്നും നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് മുമ്പ് നടക്കുമ്പോൾ കയറിയത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നിർത്താതെ തന്നെ മുമ്പോട്ട് തന്നെ പോയിട്ടോ. പിന്നെ ഇത് തേയിലത്തോട്ടം കണ്ടിട്ട് എൻ്റെ പാട് പോയി ഗൈസ്. അതിലോട്ട് ഇറങ്ങി ചാടുന്ന വരെ തോന്നിട്ടു. ദൂരത്തുനിന്ന് കാണുമ്പോഴാട്ടോ അതിൻ്റെ ഒരു രസം. ശരിക്കും പറഞ്ഞാൽ എടുത്തുനിന്ന് കാണുന്നതിനേക്കാളും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സെറ്റായി. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ട് ഗേൾസ്. പിന്നെ ഇത് വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അവർക്ക് അവിടെ നിന്ന് എന്തോ സാധനം തന്നിരുന്നു. ആ സാധനം കാണിച്ചു കൊടുത്താൽ ഇവിടെ ക്യാഷൊക്കെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവർ പറയും ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ തന്നെ തിരിച്ച് കടന്നിട്ട് ഈ ഒരു സാധനം തരും, അത് കാണിച്ചു കൊടുക്കണം എന്ന്. സോളയാർ റൈഡിൻ്റെ സ്ലിപ്പ് ആ സാധനം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എനിക്ക് ആ സമയത്തിന് ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് കടക്കണം കേട്ടോ. ആ സാധനം സ്ലിപ്പ് കാണിച്ചു കൊടുത്തതിന് ശേഷം
അപ്പം ഞങ്ങളിപ്പോൾ ഒരു 3:30 ഒക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞ 6 മണീൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങില്ല. ഇനി തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കാണാൻ വിചാരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ ആ സാധനം സ്ലിപ്പൊക്കെ മേടിക്കുമ്പോഴൊക്കെ ഞാനതൊക്കെ നോക്കിക്കണം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര തുടങ്ങി. ഇനി നമ്മൾ വരുമ്പോൾ ഇവിടെയൊക്കെ തേയിലത്തോട്ടത്തൊക്കെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് നേരെ ഇങ്ങനെ പോവുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അത്രയും ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഫേവറേറ്റ് ആയിപ്പോൾ തേയിലത്തോട്ടം എന്ന് പറയുന്നൊരു, എനിക്ക് തേയിലത്തോട്ടം ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. കാരണം അത്രയും അടിപൊളിയാണ്, സെറ്റാണ് ഗൈസ്. അത് ഭയങ്കര രസമാണ് കാണാൻ. ഇറ്റ്സ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. very beautiful. This is very nice. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വയനാട്ടൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇത്ര അറിവില്ലായിരുന്നു. ഞാൻ ചെറിയ ഒരു കുട്ടിയായിരുന്നു ഗൈസ്. അപ്പം ഇത് ദൂരത്ത്, അപ്പം ഇപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ഇതുള്ളത്. അപ്പം ഇത് ദൂരത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, എടുത്തുനിന്ന് കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ആ ദൂരത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ അവിടെ കിട്ടൂല എടുത്തുനിന്നാവുമ്പോൾ കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ മോനെ സീനാണ്. അങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ യാത്ര തുടർന്നു ഗായ്സ്. ഓരോന്ന് കാണുമ്പോൾ ഒന്നിലധികം അങ്ങനെ എനിക്ക് നല്ല രസമുള്ള സ്ഥലം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, മറ്റേതല്ല. മറ്റേത് ഫേവറേറ്റ് ഉണ്ട്. കാരണം ഇന്ന് ഞാൻ പോയ എല്ലാ സ്ഥലത്തും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എല്ലാ സ്ഥലവും. ഇനി പോകാൻ പോകുന്നത് ഫേവറേറ്റ് ആണോ അല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ നല്ല സന്തോഷത്തിൽ. 6 മണീൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണം, തിരിച്ച് കിടക്കണം, ഇങ്ങോട്ട് തിരിച്ച് വരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണം. അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ലേറ്റ് ആയാൽ ഇങ്ങോട്ട് കയറ്റൂല കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് കുടുങ്ങി പോയിട്ടുണ്ട്. 1 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഒരാളെ അങ്ങോട്ട് കയറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അത് വെച്ചാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ ഡ്യൂട്ടി അങ്ങനെയാണ്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതായിരിക്കാം. കാടല്ലേ, അപ്പോൾ ആ ടൈമിനുള്ളിലോട്ട് കയറിയിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വെച്ചിട്ട് എനിക്കറിയില്ല. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ നേരെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നോക്കി അത് സ്ലിപ്പ് അവിടെ നിന്ന് നമ്മൾ മേടിക്കും കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല. പോകുന്ന വഴി റെസ്റ്റോറൻറ്റ്സോ കടകളൊക്കെ കാണുമ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കുക, അങ്ങനെ ആണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ ചെറിയ കടകളാട്ടോ. ഇപ്പോൾ എന്തൊക്കെ ചേട്ടൻ്റെ കട, ചേച്ചിയുടെ കട എന്നൊക്കെ പറഞ്ഞിട്ട്, വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കടകൾ കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ദിനേശ് ചേട്ടൻ്റെ കട, അങ്ങനെയൊക്കെ ഓരോ കടകളായിരുന്നു. അങ്ങനെ ഓരോ നാടൻ ഓരോ പേരുള്ള ഓരോ കടകൾ കേട്ടോ. അങ്ങനെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കട കണ്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ആ കടയിൽ കയറ്റി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കടൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മല്ലിക ചേച്ചിയുടെ കട എന്നായിരുന്നു ഗായ്സ്. മല്ലിക ചേച്ചിയുടെ കടയിലോട്ട് കയറിയിട്ട് ഞാനൊരു പൊറാട്ടയും കുറുമയായിരുന്നു മേടിച്ചത്. നാടൻ ചോറും ചിക്കനും ഊണും അവിയലും സാമ്പാറും പപ്പടും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് മേടിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി. അവിടെ തന്നെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടേക്കൊക്കെ ഒന്ന് പോയി. പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്ത് ഇവിടെ ഉള്ളത് ഇതിലേക്ക് കയറി. പിന്നെ ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഗായ്സ്. അയ്യോ, അവിടെ ഞാൻ പാടുപെട്ടു ഇറങ്ങാൻ. കാരണം ഭയങ്കര പേടിയായിരുന്നു, ഇറങ്ങാൻ ഭയങ്കര പാടുപെട്ടു. നിങ്ങൾ കാണുന്ന പോലെയല്ല ഗൈസ്, അത് വേറൊരു സ്ഥലമാണ്. ഞാൻ കയറി നോക്കിയപ്പോൾ മോനെ കുടുങ്ങിന്ന് പറഞ്ഞാൽ കുടുങ്ങി, അത്രയും കുടുങ്ങിപ്പോയിട്ടോ. പിന്നെന്തായാലും അവിടെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ അതേ നമ്മളെ കാർ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നമുക്ക് വിചാരിക്കും അതെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ കാറിലോട്ട് ചാടിക്കയറി. പോവാനായില്ലേ? പോകാനായിട്ടുണ്ട്. അങ്ങനെ കാറിൽ കയറിയിട്ട് നേരെ നമ്മൾ ഇനിയും യാത്ര തുടങ്ങുന്നു.
അങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഗായ്സ്. നല്ല ഭംഗിയില്ലേ തേയിലത്തോട്ടമൊക്കെ കാണാൻ. തേയിലത്തോട്ടം എത്തിയില്ല, നമ്മൾ തേയിലത്തോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ഡാമും കാണാൻ വന്നിട്ട് അവിടെയുള്ള. അപ്പോൾ ഡാം അടച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്തുനിന്ന് കണ്ടു ഗായ്സ് അതിൻ്റെ ഒരു വ്യൂ. വെള്ളമൊക്കെ ചാടൽ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തുറക്കുമ്പോഴേ ചാടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ പുറത്തുനിന്ന് കാണാൻ തന്നെ ഡാമേ. നല്ല ഭംഗിയുണ്ട്, ഒരു ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ദേ നമ്മളെന്തായാലും തേയിലത്തോട്ടത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ തേയിലത്തോട്ടം എത്തി ഗായ്സ്. എന്തൊക്കെ ചാടാൻ തോന്നുന്നത്. അങ്ങനത്തെ നമ്മൾ മറ്റേ സംഭവം ആ സാധനം നമ്മളെ ആ സാധനം കടന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് കാണ്ട് അവിടെ പാർക്ക് ചെയ്താണ്. പിന്നെ ഇങ്ങോട്ട് നടന്ന് കാണ്ട് തേയിലത്തോട്ടത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും പിന്നെ സന്തോഷത്തിൽ അവിടെ ഇറങ്ങാൻ. അതിനിടയിൽ കണ്ടോ ഒരു പവർ വണ്ടികളോട്ട് പോയത്. 5 വണ്ടികളൊക്കെ പവറായിട്ട് പോയി. അപ്പോൾ അവിടെ നിർത്തി കണ്ടു. കോടികളെ വിലയുള്ള വണ്ടികളാണ്. അപ്പം അതൊക്കെ കണ്ടാണ്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സാധനം കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ആ സ്ലിപ്പൊക്കെ കാട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ തേയിലത്തോട്ടത്തെ ഇറങ്ങി ഗായ്സ്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഓടലായിരുന്നു എൻ്റെ പണി. ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഭംഗി നിങ്ങളറിയില്ല. ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ മോനെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു സെറ്റായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. എന്തോ ഒരു ഭംഗിയുണ്ട് അറിയാം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിലാണിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ ഞാൻ ഓടി കളിക്കാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ തേയില കൊണ്ടാട്ടോ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്നത്. ചായയൊക്കെ കുടിക്കുന്നില്ല, അതിൻ്റെ ചായപ്പൊടി ഉണ്ടാക്കാൻ ഈ ഒരു ഇലയാണ് കേട്ടോ. ഈ ഇലയാണ് സഹായിക്കുന്നത്. ഈ ഇല കൊണ്ടാണ് നമ്മൾ ആ ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഗൈസ്. അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ഇടയിൽ കൂടി പോവുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ ഈ തേയില കൊണ്ടാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മച്ചി പറഞ്ഞതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാട്ടോ. വേറൊന്നും വിചാരിക്കരുത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ റീൽസൊക്കെ എടുത്തത് സെറ്റായി. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഗായ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നടന്നു അങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ അവിടേക്കൊക്കെ പോയാണ് ഞാൻ കണ്ടല്ലേ വരുമ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോഴൊരു ഫീല് സെറ്റാണ് ഗൈസ്. പിന്നെ അവിടെ നമ്മൾ കുറേ നേരം നിന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ടാറ്റ തന്നിട്ട് പിന്നെ ഞാനങ്ങോട്ട് ഓടി നേരെ പോയി. പിന്നെ ഞാൻ തന്നെ അവിടെ നിന്നൊക്കെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് ഷോർട്സൊക്കെ ആയിട്ട് വിടാൻ വിചാരിച്ചിട്ട് പിന്നെ ഓരോ വീഡിയോസ് എടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് റിയൽ എക്സ്പ്രഷനാണ്. കാരണം ശരിക്കും എനിക്ക് തോന്നിയൊരു മുഖച്ഛായമാണ് കഴിച്ചത്. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകുന്ന വഴിയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി ഭയങ്കര കുഴിയാണ്. കാരണം ഓരോ കടകൾ ഇതേപോലത്തെ ഓരോ ദിനേശ് ചേട്ടൻ്റെ കട, മല്ലിക ചേച്ചിൻ്റെ കട, നിഷ ചേച്ചിൻ്റെ കട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കട ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ മല്ലിക ചേച്ചിയുടെ കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി. ഞാൻ ആ പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് തലയിടും ചെയ്ത് കയ്യും കാണുന്നില്ല. പക്ഷെ എനിക്കിവിടെ കാണുന്നുണ്ട്. എനിക്ക് സഹിച്ചിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് തലയിട്ട് മുടിയൊക്കെ ഇങ്ങ് പാറിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ മുടി എങ്ങനെ ശരിയാക്കുന്നു, മുടി പാറുന്നു, ശരിയാക്കുന്നു പാറുന്നു അങ്ങനെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഗായ്സ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും സെറ്റായിരുന്നു. പിന്നെ നമ്മൾ കുറേ മ്ലാവുകളെയും
പുലീനൊക്കെ കണ്ടു കേട്ടോ. ഒരു പുലിനെ കണ്ടു, പിന്നെ കുറേ മ്ലാവിനെ കണ്ടു. അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. മക്കാനി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഡിന്നർ കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ടുണ്ട്. പിന്നെ കൈ വാഷ് ചെയ്ത് ടോയ്ലറ്റ് പോയി. ഞാൻ എന്തായാലും കൈ വാഷ് ചെയ്തിട്ട് പിന്നെ അവിടെ ഇരുന്നു. നമ്മളെ ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ച്. പിന്നെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പൊറാട്ടയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറി, ബീഫ് കറി അങ്ങനത്തൊക്കെ. അപ്പം എന്തായാലും നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ഗായ്സ്. ഉറക്കമൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും അതും കഴിക്കുകയാണ് ഞാൻ. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉറക്കം നല്ലവണ്ണം എനിക്ക് വരുന്നുണ്ട്. എന്നാലും ഞാനത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീണ്ടും വണ്ടിയിലോട്ട് കയറി. പാതിരപ്പള്ളി പോയ യാത്രാവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.